മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധാരാളം വ്യക്തികൾ പലരെയും ഉപദേശിക്കാറുണ്ട്. നീ ഇന്ന അമ്പലത്തിൽ പോയിട്ട് വഴിപാട് കൊടുത്താൽ നിന്റെ അസുഖം മാറും, പ്രശ്നങ്ങൾ തീരും, ബുദ്ധിമുട്ടുകൾ തീരും എന്നുള്ളതെല്ലാം വളരെയധികം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. ക്ഷേത്രങ്ങളിലെ വഴിപാട്, ഈശ്വരാരാധന, ഇതെല്ലാം ഹിന്ദുധർമ്മത്തിന്റെ ഭാഗമാണ്. പക്ഷെ വീക്ഷണം വ്യത്യാസമുണ്ട്. എന്താ വീക്ഷണം വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരനെ ഇന്ത്യൻ പട്ടാളക്കാരൻ കൊന്നാല് ആ ഇന്ത്യൻ പട്ടാളക്കാരന് വലിയൊരു അവാർഡ് കിട്ടുക, വളരെ ഉയർന്ന നിലവാരത്തിലുള്ള അംഗീകാരം കിട്ടും. അതേസമയത്ത് ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരൻ ഇന്ത്യ സന്ദർശിക്കാനുള്ള വിസയും കൊണ്ട് തിരുവനന്തപുരത്ത് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ തിരുവനന്തപുരത്തുള്ള വേറൊരു ഇന്ത്യൻ പട്ടാളക്കാരൻ ഈ പാകിസ്ഥാൻ പട്ടാളക്കാരനെ കണ്ടിട്ട് അയാൾ പാകിസ്ഥാൻ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് കിഴക്കേ കോട്ടയിൽ അയാളെ കൊന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഒരാൾ ഇന്ത്യൻ പട്ടാളക്കാരനും മറ്റയാൾ പാകിസ്ഥാൻ പട്ടാളക്കാരനുമാണ്. പക്ഷെ പാകിസ്ഥാൻ പട്ടാളക്കാരൻ ഇന്ത്യ കാണാനായിട്ട് വന്നതാണ്. അയാളുടെ ബന്ധുവിനെ കാണാനോ ഇന്ത്യ സന്ദർശിക്കാനോ വന്ന ആളാണ്. രണ്ടും പട്ടാളക്കാരാണ്. ഒന്ന് ശത്രു സൈന്യം, ഒന്ന് ഇന്ത്യൻ സൈന്യം. ഇതൊക്കെ ആണെങ്കിലും ആ പാകിസ്ഥാൻ പട്ടാളക്കാരനെ ഈ കിഴക്കേ കോട്ടയിൽ തിരുവനന്തപുരത്ത് വെച്ച് അല്ലെങ്കിൽ ഭാരതത്തിന്റെ മണ്ണിൽ വെച്ചിട്ട് സന്ദർശിക്കാനെത്തിയ ആളെ കൊല്ലുകയാണെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരന് ശിക്ഷ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. മനുഷ്യനെ വിദേശിയെ കൊന്നതിനുള്ള ശിക്ഷയായിരിക്കും ലഭിക്കുക. ഇത് വീക്ഷണ വ്യത്യാസം. രണ്ടും നരമേധാണ്. മനുഷ്യനെ കൊല്ലല് തന്നെയാണ്, പക്ഷെ രണ്ടും രണ്ട് ലക്ഷ്യമാണ്. അതേപോലെ അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കുക എന്ന് പറയുന്നത് അമ്പലം വളരണം, അമ്പലം നിലനിൽക്കണം, അത് വികസിക്കണം, ആ പ്രദേശത്തുള്ളവർക്ക് മുഴുവനും ആ ക്ഷേത്രം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം, മനസ്സിന് ശാന്തി ലഭിക്കണം, അമ്പലത്തിൽ വരുന്നത് കൊണ്ട് ശരീരത്തിന് ആരോഗ്യം ലഭിക്കണം, അമ്പലത്തിലൂടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട്, സാംസ്കാരിക മൂല്യങ്ങൾ, ക്ഷേത്രകലകൾ, ക്ഷേത്രവാദ്യങ്ങൾ, ക്ഷേത്രാനുഷ്ഠാനങ്ങളെല്ലാം അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സമൂഹത്തിന്റെ ഐക്യത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമാണ് ക്ഷേത്രങ്ങൾ. വിവിധ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്, എല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിന്റെ കേന്ദ്രവും കൂടിയാണ് അമ്പലം. ശബരിമലയിൽ എവിടെ നിന്നെല്ലാം ആൾക്കാർ വരുന്നു, തിരുപ്പതിയിൽ, പഴനിയിൽ, മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ എവിടെ നിന്നെല്ലാം ആൾക്കാർ വരുന്നു നോക്കുക. എല്ലാം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പിന്നെ വിദേശത്ത് നിന്ന് വരെ വരുന്നുണ്ട്. അത് നാഷണൽ ഇന്റഗ്രേഷന്റെ കേന്ദ്രമാണ്. അതെല്ലാം നിലനിൽക്കുന്നതിന് ഏറ്റവും നല്ല മെത്തേഡ് വഴിപാടുകൾ തന്നെയാണ്. ഈ വഴിപാടുകൾക്ക് ഒരു പേരുണ്ട് നമ്മളുടെ ഭാരതീയ വീക്ഷണപ്രകാരം. വഴിപാട് കൊടുക്കുന്നത് ഈശ്വരന് പൈസ കൊടുത്തിട്ട് നമ്മളുടെ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടല്ല ഈശ്വരനെ ഹിന്ദുക്കൾ കാണുക. ഈശ്വരന് ഇഷ്ടമുള്ള പായസം കൊടുക്കുക, എന്നിട്ട് തൻ്റെ കാര്യം നേടുക. ഈശ്വരന് നല്ല രീതിയിൽ സ്വർണത്തിന്റെ ഒരു മോതിരം കൊടുക്കുക, അല്ലെങ്കിൽ മാല കൊടുക്കുക, എന്നിട്ട് തൻ്റെ കാര്യം നേടുക. ഈശ്വരന് കുറെ 1001 അപ്പം കൊടുക്കുക, എന്നിട്ട് എൻ്റെ കാര്യം നേടുക. അങ്ങനെ ഒരു ചിന്താധാര സാധാരണക്കാരുടെ മനസ്സിൽ കോമൺ സെൻസിൽ കൊടുത്തു എന്നുള്ളതല്ലാതെ അങ്ങനെ ഈശ്വരനെ സന്തോഷിപ്പിച്ച് നമ്മളുടെ കാര്യം നേടത്തക്ക വിധത്തിലുള്ള ഒരു വഴിപാടല്ല ഭാരതത്തിൽ. വഴിപാട് എന്ന് പറയുമ്പോൾ ശരിക്കും പഞ്ചമഹായജ്ഞത്തിൽ പങ്കെടുക്കാണ്. ഈ പ്രകൃതിയെ നിലനിർത്തുന്ന ഈശ്വരനെ സ്മരിക്കുന്ന ദേവയജ്ഞം, പ്രകൃതിയെ നിലനിർത്തുന്ന ചൈതന്യത്തെ സ്മരിക്കുന്ന ദേവയജ്ഞം. നമ്മളുടെ സംസ്കാരം, ഭാരതീയ ഹിന്ദു സംസ്കാരം നമുക്ക് തന്ന ഋഷീശ്വരന്മാരെ സ്മരിക്കുന്ന ഋഷിയജ്ഞം, ദേവയജ്ഞം, ഋഷിയജ്ഞം. നമുക്ക് ഈ ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാൻ അവസരം നൽകിയ മാതാപിതാക്കള്, അവരുടെ മാതാപിതാക്കളായ പിതൃക്കള്, പിതൃയജ്ഞം.
അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കുന്നത് ദേവയജ്ഞം, ഋഷിയജ്ഞം, പിതൃയജ്ഞം. പിന്നെ ഈ ലോകത്തിലെ സർവചരാചരങ്ങളുമുണ്ട്. നമ്മളില്ലെങ്കിലും മറ്റെല്ലാ ചരാചരങ്ങളും നിലനിൽക്കും. ചരാചരങ്ങളില്ലെങ്കിൽ നമ്മൾ നിലനിൽക്കില്ല. നമ്മളില്ലെങ്കിലും ഇവിടെ ഉള്ളതെല്ലാം നിലനിൽക്കും. അതില്ലെങ്കിൽ നമ്മൾ നിലനിൽക്കില്ല. അപ്പൊ ഭൂതയജ്ഞം, ഓരോ കാക്കയും ഓരോ ഉറുമ്പും ഓരോ ചെതലും ഓരോ കോഴിയും ഓരോ മൃഗവും ഓരോ ചെടിയും നമുക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ കോൺട്രിബ്യൂഷൻ നമ്മൾ തിരിച്ചു കൊടുക്കുന്നതാണ് ഭൂതയജ്ഞം. അതുപോലെ മനുഷ്യയജ്ഞം, നരയജ്ഞം എന്ന് ഇന്നലെ ഒരു പുസ്തകത്തിൽ വായിച്ചു. മനുഷ്യർ സമൂഹ ജീവികളാണ്. അതുകൊണ്ട് വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കുമുള്ള ആശ്രയ കേന്ദ്രവും കൂടിയാണ് ക്ഷേത്രം. നരസേവ, നാരായണ സേവ, മാനവസേവ, മാധവസേവ, ജനസേവ, ജനാർദ്ദന സേവ. അപ്പൊ ശരിക്ക് പഞ്ചമഹായജ്ഞത്തിന് വേണ്ടിയാണ് നമ്മൾ അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കുന്നത്. ദേവയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം. ദേവയജ്ഞം, ഋഷിയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം. ഇത് പണ്ട് നമ്മൾ നമ്മുടെ വീടുകളിൽ നടത്തിയിരുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ചിട്ട് നാമം ജപിക്കുന്നത് ദേവയജ്ഞം. ഇന്നും ധാരാളം വീടുകളിലുണ്ട്. പല വീടുകളിലും ദിവസവും പുതിയ പുതിയ വീടുകളിൽ അത് തുടരുന്നുമുണ്ട്. അപ്പൊ ദേവയജ്ഞം വീട്ടിൽ നടത്തുന്നുണ്ട്. ഋഷിയജ്ഞം, നമ്മള് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ആചാര്യന്മാർക്കും ഋഷിമാർക്കും പ്രാർത്ഥനാരൂപത്തിൽ നമ്മൾ എന്നും സ്മരണ ഉണ്ടാക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ വാൽമീകിയെ, ഗുരുപൂർണിമയുടെ അന്ന് വേദവ്യാസനെ, പിന്നെ ഗുരുവന്ദനം, ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര. ഇതൊക്കെ ശരിക്കു പറഞ്ഞാല് ദേവയജ്ഞം ഋഷിയജ്ഞമാണ്. നമ്മുടെ സംസ്കാരം നമുക്ക് തന്ന ഋഷിമാരോടുള്ള യജ്ഞമാണ്. അവരെ സ്മരിക്കൽ മാത്രമാണ് ഋഷിയജ്ഞം. ദേവയജ്ഞം, ഋഷിയജ്ഞം. പിതൃയജ്ഞം, ശരിക്കും കർത്തവാവിന് നമ്മൾ തർപ്പണം കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ, ബാത്റൂമിലോ പുഴയിലോ കുളത്തിലോ കുളിച്ചു കഴിഞ്ഞാൽ തലമുടി തോർത്തുന്നതിന് മുമ്പ് ബക്കറ്റിൽ നിന്ന് ഒരു കൈ വെള്ളം എടുക്കുക. പുഴയിൽ നിന്നാണെങ്കിൽ ഒരു കൈ വെള്ളം എടുക്കുക. കണ്ണടച്ച് തല തോർത്തുന്നതിന് മുമ്പാണ് മാതൃദേവോ ഭവ മാതൃം തർപ്പയാമി എന്ന് പറഞ്ഞ് തർപ്പണം കൊടുക്കാം. വീണ്ടും ഒരു കൈ വെള്ളം എടുക്കാം. പിതൃദേവോ ഭവ പിതൃം തർപ്പയാമി. 5 സെക്കൻഡ് പ്ലസ് 5 സെക്കൻഡ് 10 സെക്കൻഡേ വേണ്ടി വരുള്ളൂ. ഇല്ല, കുറച്ചു നേരം ജന്മം നൽകി വളർത്തി വലുതാക്കിയ അമ്മയുടെ മുഖം മനസ്സിൽ സ്മരിച്ച്, അച്ഛന്റെ മുഖം മനസ്സിൽ സ്മരിച്ച് ഈ തർപ്പണം നടത്തുകയാണെങ്കിൽ കുറെ കൂടി എഫക്റ്റീവാണ്. അത് ആത്മീയമാണ്, അതിനേക്കാളുപരി സയന്റിഫിക്കുമാണ്. കുളിച്ചു കഴിഞ്ഞാൽ തലയിൽ കുറച്ചു നേരം നമ്മൾ വെള്ളം നിലനിർത്തിക്കൊണ്ടിരുന്നാൽ, തോർത്തുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞത് അതാണ്. കുറച്ചു നേരം തലയിൽ വെള്ളം വെച്ചു വിചാരിക്കുക, നമ്മളുടെ ഇമ്മ്യൂണിറ്റി കണ്ടമാനം വർദ്ധിക്കും. പിന്നെ നമ്മൾ മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും തണുപ്പ് കൊണ്ടാലും വിയർത്താലും നമുക്ക് അസുഖം വരില്ല. എല്ലാ ദിവസവും ഈ ചെറിയ പിതൃയജ്ഞം, പിതൃതർപ്പണം നടത്തിയെന്ന് വിചാരിക്കുക. മാതൃദേവോ ഭവ മാതൃം തർപ്പയാമി, പിതൃദേവോ ഭവ പിതൃതർപ്പയാമി. 10-15 സെക്കൻഡ് കൊണ്ട് കുളിച്ച തലമുടി തോർത്തുന്നതിന് മുമ്പ്. ഇത് പിതൃയജ്ഞത്തിന്റെ ഭാഗമാണ്. പലപ്പോഴും പല വീടുകളിലും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിലയിൽ കുറച്ച് ചോറും കുറച്ച് കറിയും കാക്കയ്ക്ക് വെക്കാറുണ്ട്. ഭോജനശാലേ കാക്കബലീനാം ശയനേ ഹസ്തതാടനം. കാക്കയ്ക്ക് വെക്കാറുണ്ട്. അത് പിതൃക്കൾക്കാണെന്നാണ് ധാരണ. തെറ്റൊന്നുമില്ല, അത് നമ്മുടെ വിശ്വാസമാണ്. മറ്റൊന്നിന് ഹാം ചെയ്യാത്തിടത്തോളം, മറ്റൊന്നിനെ ഉപദ്രവിക്കാത്തിടത്തോളം ആ വിശ്വാസം സാർത്ഥകമാണ്. അപ്പൊ ദേവയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം. ഇന്നും നമ്മളുടെ വീടുകളിൽ മനുഷ്യയജ്ഞം നടത്താറുണ്ട്. ആരെങ്കിലുമൊക്കെ ഭിക്ഷക്കാർ വരുമ്പോഴത്തേക്ക് പൈസ കൊടുക്കാറുണ്ട്. പണ്ടത്തെ കാലത്ത് അരി കൊടുക്കും. അത് മാത്രമല്ല, ചിലപ്പോൾ ചിലർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പാലക്കാട് ചെന്ന് കഴിഞ്ഞാൽ പരിചയം ഇല്ലാത്തവനാണെങ്കിൽ പോലും ഊണ് വെച്ചിട്ട് പോകാൻ പറയും. പാലക്കാട് മാത്രമേ ഉള്ളൂ അങ്ങനെ.
അതൊരു സമൂഹം മുഴുവനും അങ്ങനെയാ ചെയ്യുക. മനുഷ്യയജ്ഞം വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും എന്തെങ്കിലും കൊടുക്കുന്നതാണ് മനുഷ്യയജ്ഞം. പണ്ട് അമ്പലങ്ങളിലൊക്കെ ഊട്ട് ഉണ്ടായിരുന്നു, അന്നദാനം ഉണ്ടായിരുന്നു. റോട്ടിൽ കൂടെ പോകുന്നവര്, യാത്രയ്ക്ക് പോകുന്നവർക്ക് ഹോട്ടൽ ഇല്ലാതിരുന്ന കാലത്ത് അമ്പലങ്ങൾ മാത്രമാണ് ആശ്രയമായിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ 5 മഹായജ്ഞം നടത്തുന്നതിനാണ്, അത് അമ്പലങ്ങളിൽ നടക്കാറുണ്ട്, അതിൽ പങ്കെടുക്കുന്നതിനാണ് നമ്മൾ വഴിപാടിന് കൊടുക്കുന്നത്. പണ്ട് പടിപ്പുര വീടുകളില് രാത്രിയില് അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് 2-3 പ്രാവശ്യം ചോദിച്ചതിന് ശേഷമേ പടിപ്പുര വീടിന്റെ പടിപ്പുരയിലെ വാതിൽ അടയ്ക്കുള്ളൂ. പടിപ്പുരയിലെ വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് ചോദിക്കും. ശനിയാഴ്ച ദിവസം ഭിക്ഷക്കാർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ദിവസമാണ് ധർമ്മം തരണേ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, ഇതെല്ലാം നമ്മുടെ വീടുകളിൽ നടത്തിയിരുന്നു. ഇപ്പോഴും ശരിക്കും നടക്കുന്നുണ്ട്, ധാരാളം വീടുകളിൽ നടക്കുന്നുണ്ട്. അതൊക്കെ വിട്ടുപോയിട്ടൊന്നുമില്ല. ചില വീടുകളിൽ അവർക്ക് ഇത് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഇതിപ്പോ ഞാൻ പറയുന്നത് കേട്ട് തന്നെ കുറേ പേരത് ജീവിതത്തിൽ പകർത്താൻ സാധ്യതയുണ്ട്. ഒന്ന് പറഞ്ഞു കൊടുത്താൽ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളവർ ധാരാളം പേരുണ്ട്. ഇപ്പൊ ഓർമ്മിക്കാനുള്ളത്, പഞ്ചമഹായജ്ഞത്തിന് വേണ്ടിയിട്ടാണ് വഴിപാടിന് കൊടുക്കുന്നത്. ദേവയജ്ഞം, ഋഷിയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം. എന്നുകൂടി പറയാം, പഠിക്കണം നിങ്ങൾ. ദേവയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം. പഞ്ചമഹായജ്ഞത്തിന് വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ വഴിപാടിന് കൊടുക്കുന്നത്. ഓർമ്മിക്കട്ടെ. പ്രണാമം. നമസ്കാരം.